ചുവർ ചിത്രകലാരംഗത്ത് ഒരു അപൂർവ പ്രതിഭയായ മീനാകുമാരിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കേരളത്തിന്റെ തനതായ ചുവർ ചിത്രകലയ്ക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. നമ്മുടെ ക്ഷേത്ര ചുമരുകളിലെ ചിത്രങ്ങൾ നിറം മങ്ങാതെ അവശേഷിക്കുമ്പോൾ വിദേശികൾ അമ്പരക്കുന്നു. പച്ചിലയും കല്ലും മണ്ണും ഉൾപ്പെടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നിറക്കൂട്ടുകൾ ശാസ്ത്രീയമായി കൂട്ടിക്കലർത്തി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഈ കലയെക്കുറിച്ച് ഇന്ന് ആരാണ് ചിന്തിക്കുന്നത്? സിന്തറ്റിക് ചായക്കൂട്ടുകൾ വിപണിയിൽ സുലഭമായുള്ളപ്പോൾ എന്തിനീ മെനക്കേട്? പക്ഷേ തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശി മീനാകുമാരിയുടെ കലാഹൃദയം ചുമർ ചിത്രങ്ങൾ കാണുമ്പോൾ വല്ലാതെ മിടിക്കുന്നു. എവിടെയെങ്കിലും അത്തരം ചിത്രങ്ങൾ കണ്ടാൽ അറിയാതെ അവയ്ക്കു മുന്നിൽ എല്ലാം മറന്നു നിന്നു പോകുന്നു മീനാകുമാരി. പക്ഷേ ഇത് പഴയ കഥ. ചുമർ ചിത്രങ്ങളോടുള്ള ഈ കമ്പം മീനാകുമാരി മനസ്സിൽ സൂക്ഷിക്കുകയല്ല ചെയ്തത്. സങ്കീർണമായ ഈ കല കഠിനാധ്വാനത്തിലൂടെ മീനാകുമാരി സ്വായത്തമാക്കുക തന്നെ ചെയ്തു. അങ്ങനെ കേരളത്തിലെ ഏക ചുമർ ചിത്ര കലാകാരി എന്ന ബഹുമതിയും മീനാകുമാരി നേടിയെടുത്തു. കൊച്ചുനാളുകളിൽ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട് അച്ഛൻ്റെ കൂടെയൊക്കെ. അപ്പോഴൊക്കെ പോകുമ്പോൾ ഈ ചുമർ ചിത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം തന്നെ അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നാൽ അത് കാണുമ്പോൾ അത് ആ കൊച്ചുനാളിൽ അത് വരയ്ക്കാൻ പറ്റൂല എന്നൊരു തോന്നലുണ്ട് അന്ന്. എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉള്ളതായിട്ടൊരു തോന്നൽ അത് കാണും. പിന്നെ തുടർന്ന് നോക്കാൻ പറഞ്ഞാൽ പിന്നെ സാധാരണമായിട്ട് സ്കെച്ചസ് ഒക്കെ ഇടാറുണ്ട്. പിന്നെ ചുവർ ചിത്രത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, അത് മനസ്സിൽ പതിഞ്ഞതേ ഉള്ളൂ അന്ന് കൊച്ചുനാളുകളിൽ. പിന്നെ ഇങ്ങനെ മറ്റേ സ്കെച്ചസൊക്കെ വരയ്ക്കാറുണ്ട്, സീനറിയൊക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ ഒരു മാരേജൊക്കെ കഴിഞ്ഞ ശേഷം ഇത് ഒന്ന് ബ്രേക്കായി. പിന്നെ അതിലേക്കുള്ള കുട്ടികളുടെ ഇതും പിന്നെ ജോലിയും ഇതൊക്കെ ആയപ്പോൾ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് റീസെൻ്റായിട്ട് എനിക്ക് പെട്ടെന്ന് ചുവർ ചിത്രത്തിലേക്ക് ഒരു ആകർഷണം ഉണ്ടായി. അങ്ങനെ അതിനെ തുടങ്ങി ഇപ്പോൾ പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ നമ്മുടെ ചുമർ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ മമ്മിയൂർ കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഒരു ശിഷ്യൻ പ്രിൻസ് തോന്നയ്ക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പരിചയം പെടേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഇപ്പോൾ 1 വർഷത്തോളമായി. ഇനിയും കോഴ്സ് തീർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഇങ്ങനെ പഠിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് പെയിന്റിങ്ങിലും മീനാകുമാരിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചുമർ ചിത്രത്തിൽ മാത്രമായി ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വിഷുവിന് ഗാന്ധാരി അമ്മൻ കോവിലിന് മീനാകുമാരി സമർപ്പിച്ച ഹനുമാന്റെ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഹനുമാൻ്റെ ഇതൊക്കെ വരയ്ക്കാൻ കുറേ ടൈം എടുത്തത് 3 മാസത്തോളം എനിക്ക് വേണ്ടി വന്നു. അത് മിക്കവാറും ഓഫീസ് ജോലികൾ തന്ന് പിന്നെ വീട്ടിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഒരു 9-10 മണിക്കേ ഇരിക്കാറുള്ളൂ. ഇരുന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു 2 മണി 2:30 മണി വരെ ചെയ്യാറുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഉറക്കമൊന്നും വരാറില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരയ്ക്കാറുണ്ട്. പിന്നെ അങ്ങനെ വൈകുന്നേരം മാത്രം ആയതുകൊണ്ടാണ് എനിക്ക് ഈ 3 മാസം എടുക്കേണ്ടി വന്നു എന്ന് തോന്നുന്നു. കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ടൈം കാണത്തില്ല എന്ന് തോന്നുന്നു. പുതിയതായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇതിൽ തന്നെ ഒരു ഫോമിൽ നിന്ന് ഒരു പിക്ചർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ. അതിന് സ്കെച്ചൊക്കെ ഇട്ടത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും എന്തായാലും ഒരു 3 മാസം ആകും തോന്നുന്നു. പിന്നെ ഈ അമ്പലത്തിലൊക്കെ ചെന്ന് വരയ്ക്കുമെന്ന് ആൾക്കാരൊന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകളായ നമുക്ക് എത്രത്തോളം അത് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല അമ്പലത്തിലേക്കുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അത് സാധാരണ നമ്മുടെ സിമെൻറ്റ് ചുമറുകളിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ നാച്ചുറൽ പെയിൻ്റ് എന്ന് പറയുന്നത് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ആ ചുമര് തന്നെ ശരിക്കും ഒരു പ്രോസസ്സ് ചെയ്തെടുക്കണം. അതായത് കുമ്മായം, മണ്ണ്, കരിക്കിൻ വെള്ളം, പിന്നെ ഒരു പശ ഉണ്ട്. ആ പശ ഇതെല്ലാം മിക്സ് ചെയ്ത് ചുമര് തന്നെ പദപ്പെടുത്തിയെടുത്ത ശേഷം ഈ നാച്ചുറൽ പെയിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മളത് സാധാരണമായിട്ട് ചെയ്യണത്. അപ്പോൾ അത് പെണ്ണുങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് ചെയ്യണം താല്പര്യമൊക്കെ ഉണ്ട്.